നമ്മുടെ ഫേസിലെ ചുളികളൊക്കെ മാറ്റാനായിട്ടും അതേപോലെ തന്നെ ഡ്രൈനസ് മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിന്നൊന്നും ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും അതേപോലെ നമ്മുടെ ഫേസിലെ ടാൻ റിമൂവ് ആക്കാൻ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആകും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ ടാൻ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിന്നൊന്നും ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു ഫേഷ്യലാണ്. നമ്മുടെ ചാനലിൽ കുറേയേറെ ഫേഷ്യലുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്ന ഫേഷ്യൽ, ഫസ്റ്റ് നമ്മൾ കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും. ഈ ഒരു ഫേഷ്യലിന് വെറും 3 സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. സാധാരണയായി ഞാൻ ചെയ്യുന്ന ഫേഷ്യലിനൊക്കെ 4 സ്റ്റെപ്സ് ആണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു ഫേഷ്യൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ആഴ്ചയിൽ ഒരു തവണ ചെയ്ത് കൊടുത്താൽ മതി. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടും ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഏതെങ്കിലും ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക. ഇനി ഞാൻ കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് മസാജ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം ഞാനിവിടെ കുറച്ച് കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നിങ്ങളൊരു 35 വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ എന്താണെങ്കിലും ഈ ഒരു ഫേഷ്യൽ ട്രൈ ചെയ്ത് നോക്കുക. ആഴ്ചയിൽ ഒരു തവണ ചെയ്ത് കൊടുത്താൽ മതി. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും നിങ്ങളുടെ ഫേസിലെ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടും ഡ്രൈനസ് മാറാനായിട്ടും അതേപോലെ തന്നെ സ്കിന്നൊന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഒരു 2 to 3 മിനിറ്റ്സ് വരെ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് മസാജ് ചെയ്ത് കഴിഞ്ഞു. ഇനി മസാജ് ചെയ്തതിന് ശേഷം നമ്മളിത് വാഷ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതേപോലത്തെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാനായിട്ട് പോവുകയാണ്. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പാണ് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് പോവുകയാണ്. സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്ന കോഫി പൗഡറാണ്. അപ്പം ഞാനിവിടെ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ കോഫി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അപ്പം ഞാൻ ഈ ഒരു ബൗളിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര എടുക്കുമ്പോൾ നമ്മളിത് നന്നായിട്ട് ഒന്നും കൂടെ പൊടിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പം ഞാൻ 1 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന റോസ് വാട്ടറാണ്. നമ്മൾ 1 സ്പൂൺ റോസ് വാട്ടറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുക്കുക. ചിലർക്ക് ലിപ്സിന് സൈഡിലൊക്കെ നന്നായിട്ട് പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടാകും. ആ ഒരു പിഗ്മെൻറ്റേഷൻ ഉള്ളിടത്തൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്യുമ്പം ഒരുപാട് ഹാർഡാക്കി പിടിച്ച് സ്ക്രബ് ചെയ്യാതെ വളരെ ജെൻറ്റിലായിട്ട് വേണം സ്ക്രബ് ചെയ്തെടുക്കാനായിട്ട്. അതേപോലെ തന്നെ ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിലെ ഡ്രൈനസ് ഒക്കെ മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ സ്കിന്നൊന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതേപോലെ നമ്മുടെ ഫേസിലെ ടാൻ റിമൂവ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളൊരു 2 മിനിറ്റ്സ് വെച്ചിട്ട് വേണം നമ്മളിത് വാഷ് ചെയ്യാനായിട്ട്. വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആകും. അതേപോലെ തന്നെ സ്കിന്നൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇനി നമ്മൾ അടുത്തായിട്ട് പാക്കാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അതിന് മുന്നേ ഫേസ് നന്നായിട്ടൊന്ന് തുടയ്ക്കട്ടെ. അപ്പം ഞാൻ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന കോഫി പൗഡറാണ്. 1 സ്പൂൺ കോഫി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന അരിപ്പൊടിയാണ്. 1 സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന തൈരാണ്. 1 സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല തിക്ക് പേസ്റ്റായിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കേണ്ടത്. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്.
ഈ ഒരു കാലാവസ്ഥയിൽ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നവരാണെങ്കിൽ എന്താണെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിൻ ടാൻ അടിക്കും. അപ്പോൾ ആ ഒരു ടാനൊക്കെ റിമൂവ് ആക്കാനായിട്ട് ഈ ഒരു ഫേഷ്യൽ നല്ലതാണ്. അതേപോലെ തന്നെ സ്കിൻ ഒന്ന് സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ യങ് ആക്കി വെക്കാനായിട്ടും സ്കിന്നിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേഷ്യലാണ്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു 20 മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേഷ്യലാണ്. നമ്മളൊരു ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്യുന്ന ഫേഷ്യലിൻ്റെ അതേ ഒരു റിസൾട്ട് നമുക്ക് ഈ ഒരു ഫേഷ്യലിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. നിങ്ങളൊരു 35 വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ എന്താണെങ്കിലും ആഴ്ചയിൽ ഒരു തവണ ഈ ഒരു ഫേഷ്യൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് യങ്ങാക്കി വെക്കാനായിട്ടും അതേപോലെ ചുളിവുകൾ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.